ചേന ഇതാണ് സാധനം, കണ്ടില്ലേ? നാടൻ ചേന. അപ്പം ഇത് വിളവെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചേന എന്ന് പറയുന്ന സാധനം, ചേന ചെടി. ഇത് കണ്ടോ, പഴുത്ത കളർ വന്നു തുടങ്ങി, മഞ്ഞ കളർ. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് എത്തിയെന്നാണ് അതിൻ്റെ ഇത്. അതായത് ഇത് പറിച്ചെടുക്കേണ്ട സമയങ്ങളായി തുടങ്ങി. അപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് മറിഞ്ഞു വീണു. ഇവൻ പെട്ടെന്ന് മറിഞ്ഞു വീണു. കാരണം ഇതിൻ്റെ മൂപ്പൊക്കെ എത്തി, ഇത് വിളവ് എടുക്കേണ്ട സമയമാണ്. അപ്പം സബിത പറഞ്ഞു ഇതൊക്കെ പറിച്ചെടുക്കില്ലെങ്കിൽ ഇത് എവിടെ നിന്നേന്ന് പോലും അറിയില്ല, വേഗം ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 10-15 ദിവസം മുന്നേ വേറൊരു ചേന അവിടെ വീണ് കിടന്നായിരുന്നു. അതിൻ്റെ സ്ഥലം അറിയില്ല, ഏകദേശം നമ്മൾ നട്ട സ്ഥലം അറിയാം. അപ്പം ഞാൻ ഇതൊരു 3 അടി റൗണ്ടിലാണ് ഈ കുഴി മാന്തി എടുക്കുന്നത്. അപ്പം ചേന മിക്കവാറും ഒരടിക്കാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് 3 അടി എടുത്തത് ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തിട്ട് നനഞ്ഞ കാരണം ഇവിടെ നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചേന പറിക്കണം. കണ്ടോ, ചേനയുടെ കടയ്ക്കാന്ന് നമ്മൾ 1 അടി അകലത്ത് വെച്ചിട്ട് ഇതാണ് സാധനം. കണ്ടോ, അപ്പോൾ സബിത പറയേണ്ടത് വലിയ ചേനയാണ്, ഒന്നാ നീക്കി പറക്കി എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഇതാണ് ചേന. ഇത് കണ്ടോ, ഇതിൻ്റെ വേരുകളൊക്കെ കെട്ടുപോയി, അതായത് നശിച്ചുപോയി, കെട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് ചേനയുടെ വളർച്ച കഴിഞ്ഞു, കർഷകന് പറിച്ചെടുക്കേണ്ട സമയമാണ്. കണ്ടില്ലേ, കണ്ടോ, നല്ല അടിപൊളി സാധനം. ഇത് ഒരു 5 കിലോ ഉണ്ട് ഈ സാധനം. കണ്ടോ, ഇതാണ് 5 കിലോ. ഇനി സംശയമുള്ളവർക്ക് എൻ്റെ വീട്ടിൽ തന്നെ തൂക്കം പിടിച്ച് നോക്കാം. 5 കിലോൻ്റെ ചേനയാണ്. ഇന്ന് 80-90 രൂപയാണ് 1 കിലോ ചേനയുടെ വില. അപ്പോൾ 5 കിലോയ്ക്ക് 8×5 = 400 രൂപയുടെ ചേനയാണ് ഈ പിടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ചേന, കണ്ടില്ലേ? അപ്പോൾ ഈ ചേനയുടെ തണ്ട്, അതായത് ഇതിൻ്റെ തടിയില്ലേ, അതൊരു പാമ്പിനും കൂടി ഇതിൻ്റെ പേര് ചേനത്തണ്ടൻ പാമ്പ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ചേനത്തണ്ടൻ പാമ്പ് എന്ന് പറയും. അണലിപ്പം. അപ്പോൾ ഇത് വേറൊരു ചേനയുണ്ട്, ഇത് ഇവിടെയാണ് ഉണ്ടാകുന്നത് ഏകദേശം ധാരണ. കണ്ടോ, അപ്പോൾ സബിത പറഞ്ഞു ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ, അതിൻ്റെ അകലം നോക്കിയാൽ നമ്മൾ കുഴിച്ചിട്ടാണ് എൻ്റെ അകലം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മാന്തി നോക്കണമെന്ന്. അപ്പോൾ എൻ്റെ കൈക്കോട്ടൊക്കെ പഠിച്ചപ്പോൾ സാധനം കണ്ടു. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് മുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനം കിട്ടി. ഇനി ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇവനെ പറിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ചേന നട്ടതിൻ്റെ സ്ഥലം പോലും അറിയാത്ത ആളാണ് ഞാൻ. നമ്മളുടെ മുക്കുവരുണ്ട്, കടലിൽ പോയിട്ട് വല അവിടെ മുക്കിയിടും. അത് കഴിഞ്ഞിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കടലിൽ എവിടെയാണ് മുക്കിയിട്ടതെന്ന് അവനറിയാം. ഏത് ഈ മുക്കുവർക്ക്. അവിടെ നിന്നാണ് വീണ്ടും ഈ വല മുക്കി എടുത്തിട്ട് മീനും കൊണ്ടുവരും. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടില്ല, ഒരു 4 അടി അപ്പുറത്തുള്ള ചേന കുഴിച്ചിട്ട സ്ഥലം പോലും ഓർമ്മയില്ല. കണ്ടില്ലേ? ഇപ്പോൾ ഇതാണ് ചേന. അപ്പോൾ ഇത് ഈ ചേന നമ്മൾ ചതുരത്തിൽ മുറിച്ചാലും അല്ലെങ്കിൽ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചാലോ, ഏത് ഷേപ്പിൽ മുറിച്ചാലും കുഴിച്ചിട്ടിട്ട് അത് മുളച്ച് വന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പായിരിക്കും. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ എലിഫന്റ് യാന്ന എന്താണ് പേര്. കണ്ട, അതായത് ആനയുടെ കാൽപാദം, അതാണ് ചേനയ്ക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇതാണ് സാധനം. ഇപ്പോൾ ഇതൊരു 3 കിലോ ഉണ്ടാവും. മറ്റേ ചേന 5 കിലോൻ്റെ കിട്ടി, ഇത് 3 കിലോ. അപ്പം നമ്മളിത് കൃഷി ചെയ്തത് അല്പം വൈകിട്ടാണ്, മഴ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ കുഴി ഉണ്ട് ഇത്തിരി വലുപ്പത്തിലെടുത്തേക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ ചേന നടന്നത് മാർച്ച് മാസം നട്ടു വയ്ക്കണം. കണ്ടോ, ഇത് 3 കിലോ. മാർച്ച് മാസം നട്ടു കഴിഞ്ഞാണെങ്കിൽ ഏപ്രിലിനും വിഷുവിനൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ മുളച്ചു വരും. അപ്പോൾ ഇത് ഒരു കുഴി ഒരു 3 അടി വലുപ്പത്തിൽ, 3 അടി ചതുരനോ അല്ലെങ്കിൽ റൗണ്ടോ ആസ് യു ലൈക്ക്, അങ്ങനെ കുഴി കുത്താ. 1 അടി താഴ്ച വേണ്ട, ഒരു 3/4 അടി താഴ്ച. കണ്ടില്ലേ ഇത്? അപ്പോൾ ഒരു 3 അടി വട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മളുടെ പറമ്പിലുള്ള എന്തെങ്കിലും ഇലകൾ, ഇപ്പം ഞാൻ കൊള്ളിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. കേട്ടോ,
ഈ കൊള്ളിയുടെ ഇലകളൊക്കെ ഇതിൽ വെട്ടി നിറച്ചിടണം. പിന്നെ വാഴപ്പിണ്ടി, വാഴയുടെ ഇല ഇതൊക്കെ വെട്ടി നിറച്ചിടും. അപ്പം ഇത് വർഷക്കാലം അല്ല, ഇന്ന് 2-3 മഴ കിട്ടിയിട്ടുണ്ട് ഈ മാസം. ഡിസംബർ 3-ാം തീയതി 4-ാം തീയതി ആണെന്ന്. അപ്പോൾ ഇന്നും ഡിസംബർ 3-ാം തീയതി 4-ാം തീയതി ഒക്കെ മഴ പെയ്ത കാരണം നല്ല നനവാണ്. അതുകൊണ്ട് ഞാൻ കുഴിയൊക്കെ ഇപ്പം റെഡിയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ കുഴി കുത്തണമെങ്കിലേ മോട്ടർ അടിച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ടൊക്കെ വേണം. അപ്പോൾ ഇപ്പോൾ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധ്വാനമില്ല. അപ്പോൾ ഈ കുഴി ചേനക്കുഴിയായിരുന്നു. അതിലിനി ചേന നട്ടു വയ്ക്കില്ല. ഇനി വേറെ ഏതെങ്കിലും വിള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ചേമ്പ് അല്ലെങ്കിൽ പടവലം, അങ്ങനെ കൊള്ളി എന്ത് വേണമെങ്കിലും നട്ടാം. ചേന തന്നെ നടില്ല, വേറെ എന്തെങ്കിലും നട്ടു വയ്ക്കുക. കണ്ടോ, ഈ പൈനാപ്പിൾ ചെടി, കൈതച്ചക്ക ചെടിയുടെ അടുത്തുള്ള വാഴ വെട്ടിയിട്ട് ആ കുഴിയിൽ ഇടാൻ പോകണം. ഇതേ കണ്ടോ, നോക്കിക്കോ സവിത, കണ്ടില്ല, മാറിക്ക്. അപ്പം നമ്മൾ ഈ വാഴനെ ഒരടി നീളത്തിൽ വെച്ചിട്ട് വെട്ടി മുറിച്ചിട്ട് ഈ കുഴിയിലിട്ട് കൊടുക്കണം. അവ അവിടെ കിടന്നാണ്ട് ചീഞ്ഞോളൂ. അപ്പം നമ്മൾ മാർച്ച് മാസം ആകുമ്പോൾ, മാർച്ചോ അല്ലെങ്കിൽ അതിൽ മുന്നോ നമ്മൾ ഈ ചേനയൊക്കെ ഇതിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് കുറച്ച് മണ്ണിട്ട് മൂടി വയ്ക്കും. അത് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു വാർക്കച്ചട്ടി, സിമെൻറ്റ് ചട്ടി എന്നൊക്കെ പറയില്ല, അതിലൊരു ചട്ടി ആട്ടുംകാട്ടോ ചാണകം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ചേന വയ്ക്കുക. ഇപ്പം ഉണ്ട്, ഇതിങ്ങനെ ഇരിക്കുന്ന കാരണം നല്ല മണ്ണിളക്കം കിട്ടും. നമ്മൾ ഈ വേനൽക്കാലത്ത് അവിടെ ഇടുന്ന് ഉണങ്ങി കഴിയുമ്പോൾ ചുങ്ങിപ്പോവും. അപ്പോൾ ഈ ചേമ്പ് കണ്ടില്ലേ, ഈ ചേമ്പ് പറിച്ചിട്ട് നമ്മൾ ആ ചേന നിന്നാകുന്ന സ്ഥലത്തങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ 2 കട ചേന കിട്ടി, ഒരു 7 കിലോ. 7 കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 560 രൂപ. അപ്പം നമ്മളൊരു ചേനയുടെ പീസ് വയ്ക്കുന്നത് ഒരു 3/4 കിലോ, 1/2 കിലോ 3/4 കിലോ. അപ്പം 1/2 കിലോ ചേനയ്ക്ക് 40 രൂപ. ഈ 40 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ഇരട്ടി 400 രൂപയ്ക്കുള്ള ചേന നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു 10-40 രൂപ നമുക്ക് കൃഷി ചെലവും വരും, എന്നാലും ലാഭമാണ്. അപ്പോൾ ഇത് ലാഭം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൃഷിയൊന്നും തുടങ്ങാൻ പോണ്ട. കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭമില്ല. നമ്മളിതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് സ്വന്തമായിട്ട് കൃഷി ചെയ്താലാണ് ലാഭമുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തി ഈ ചേനേനെ ഒന്ന് നന്നായിട്ട് കഴുകി അകത്ത് കയറ്റണം. അപ്പോൾ ഇതൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ സബിത ഇത് ചെളിയാന്ന് പറഞ്ഞിട്ട് എടുക്കില്ല. അപ്പോൾ തന്നെ കണ്ടോ, കൃഷിക്കാരൻ്റെ കൈ അങ്ങോട്ട് ഉരച്ച് കഴിഞ്ഞാൽ അവൻ്റെ തൊലി അടക്കം പോകും. കണ്ടോ, അതാണ് ശക്തി. നമ്മളൊക്കെ നല്ല നാടൻ വിഭവങ്ങൾ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക. അപ്പോൾ ഈ ചേന നടണമെങ്കിൽ ആകെ സ്ഥലം ഇല്ലാത്ത ആൾക്ക് 3 അടി സ്ഥലം മതി. 3 അടി, 2 അടി മതി. ആകെ 1 അടിയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ കുഴി ഒരു 3 അടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ചേന കിട്ടും. ഇതുപോലെ 5 കിലോ. ഇത് കുറച്ച് സമയം വൈകാനാണ് ഇത് 5 കിലോ അല്ലെങ്കിൽ ഒരു 7 കിലോ എങ്കിലും കിട്ടേണ്ടതാണ്. കാരണം ഞാൻ മഴ പെയ്തതിന് ശേഷമാണ് ചേന കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇതാണ് 2 ചേനകൾ കണ്ടില്ല എല്ലാവരും. അപ്പോൾ ചേന കൃഷി ആവശ്യമുള്ളവർ ചെയ്യാം.